ഹലോ ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഇന്ന് നമ്മളെ ചീരത്തൈ ഒന്ന് നട്ട് പിടിപ്പിക്കലാട്ടോ. അപ്പോൾ നമ്മൾ ചീരത്തൈ നടുന്നത് ഏതിലാന്നുള്ളത് നോക്കിയാൽ നമ്മൾ ഈ സോഡൻ്റെ ഈ ബോക്സ് ഉണ്ടല്ലോ, ഒഴിവാക്കിയൊരു സോഡ ബോക്സ് കിട്ടിയിട്ട് നമുക്ക്. അപ്പോൾ സോഡ ബോക്സിലാണ് നമ്മൾ നടുന്നത്. അപ്പം നമ്മൾ തൈ മുളപ്പിച്ച് വെച്ചിനി. അപ്പം നമുക്ക് നട്ട് പിടിപ്പിക്കണം. അപ്പോൾ നമ്മൾ വേണ്ട സാധനങ്ങൾ കേട്ടോ അതൊക്കെ. നമുക്ക് കുറച്ച് കരിയില ഞാനിങ്ങനെ അടിച്ച് വാരി ഇങ്ങനെ ചാക്കിലേക്ക് ആക്കി വെക്കലട്ടോ കരിയില. അപ്പോൾ നമുക്കിങ്ങനെ നടുമ്പോഴൊക്കെ ഇതിനേക്ക് വേണ്ടി ഇങ്ങനെ എടുക്കാമല്ലോ. അപ്പോൾ കുറച്ച് കരിയിലയും മണ്ണും പിന്നെ ഇനി നമുക്കാണ് അടുത്ത പരിപാടി കേട്ടോ. അപ്പോൾ നമ്മളെ സോഡ ബോക്സ് കണ്ടില്ല എല്ലാവരും. അപ്പോൾ ഈ ബോക്സിൻ്റെ അടിഭാഗം ഫുള്ളും ഇങ്ങനെ ഇതുപോലെ ഓട്ടകളാണല്ലോ. അപ്പം നമ്മൾ ഇതിൽ മണ്ണ് ഇങ്ങനെ ഇടുമ്പം പെട്ടെന്ന് മണ്ണൊക്കെ ഇങ്ങോട്ട് ഒലിച്ച് പോകും. അപ്പം മണ്ണ് ഇങ്ങനെ ഒലിച്ച് പോവാതെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് തന്നെ നമ്മളെ ഇലകളില്ലേ, കരിയിലകൾ ഇല ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ ഇതുപോലെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ ഓരോ അറകളിലും ഇതുപോലെ ഇങ്ങനെ ഇലകൾ കുറേശ്ശെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് മണ്ണ് നിറക്കട്ടോ. അപ്പം ഞാൻ എന്തിലാണ് നടുക എന്നുള്ളത് ഇങ്ങനെ കുറേ ആലോചിച്ച് നിട്ടോ നമുക്ക് ഈ ചീരത്തൈ നടാൻ. അപ്പോൾ ചാക്കും നമ്മളെ കയ്യിലില്ല, കുപ്പികളില്ല, ഒക്കെ കഴിഞ്ഞ് അങ്ങനെയാണ് നമുക്കൊരു സോഡാ ബോക്സ് ഇതുപോലത്തെ ബോക്സ് ഒഴിവാക്കിയത് കിട്ടിയത് കേട്ടോ. ഇപ്പോൾ എന്ത് കണ്ടാലും കാക്ക എവിടെ കണ്ടാലും ഒഴിവാക്കിയതൊക്കെ കണ്ടാൽ ഞാൻ അങ്ങനെ ഓരോന്ന് നടണോണ്ട് എനിക്ക് ഇങ്ങനത്തെ ഓരോന്ന് ബോക്സുകളും ഇതൊക്കെ കൊണ്ടുവരും കേട്ടോ. കുപ്പികൾ കൊണ്ടുവരും, എല്ലാ സംഗതിയും കൊണ്ടുവരും. അപ്പം നമുക്കും എന്താണ് നല്ലൊരു ഇതാണ്. അപ്പോൾ കാക്കയ്ക്ക് ഇതിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. നമ്മൾ ഓരോന്ന് ഇങ്ങനെ നടുന്നത് കാണുമ്പോൾ ഇങ്ങനത്തെ ഒഴിവാക്കിയതൊക്കെ നമുക്ക് ഇങ്ങനത്തെ കൊണ്ടുവരും കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതുപോലെ എല്ലാത്തിലും ഈ ഓരോ അറകളിലും ഇതുപോലെ ഇലകൾ നിറച്ച് വെച്ചിട്ടോ. ഇലകൾ ഫുള്ള് നിറക്കേണ്ട ആവശ്യമില്ല, കുറഞ്ഞത് കേട്ടോ. 2-3 ഇല ഇട്ട് ഇതുപോലെ ഇട്ടേച്ച്. എന്നാൽ നമ്മൾ മണ്ണ് ഇടുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ മണ്ണ് ഒലിച്ച് പോരാ. നല്ലതുമാണ്, നല്ല വളമാണ് കേട്ടോ ഇങ്ങനെ ഈ കരിയിലിടുന്നത്. അതിൻ്റെ ശേഷം ഞാനിതാ ഇതുപോലെ ഇങ്ങനെ മണ്ണ് ഇങ്ങനെ നിറച്ച് കൊടുക്കാം കേട്ടോ. ഇത് നമ്മൾ മിക്സ് മണ്ണാട്ടോ നമ്മളതിൻ്റെ വളം എന്ന് പറഞ്ഞാൽ നമ്മളെ കിച്ചണിലെ വേസ്റ്റുകളും ഇതൊക്കെ വാടെ കൂട്ടിയിട്ടുള്ള ഞാനിങ്ങനെ പൊടിച്ച് വെച്ചതിന് കേട്ടോ. കിച്ചണിലെ പിന്നെ ഉള്ളിത്തോലും വെളുത്തുള്ളിൻ്റെ തോല് കോഴിമുട്ടത്തൊണ്ട് അതൊക്കെ വാടെ കൂടി ഞാനിങ്ങനെ ഒരു ഉണക്കി ഇങ്ങനെ പൊടിച്ച് വെച്ചതാണ്. അതിൻ്റെ ശേഷം ഈ മണ്ണിലേക്ക് നമ്മളെ സാധാ മണ്ണ് കേട്ടോ, ആ മണ്ണിലേക്ക് ഇതുകൂടിയും കൂട്ടി ഇങ്ങനെ യോജിപ്പിച്ചിട്ട് ഞാനോ മിക്സ് ചെയ്തിട്ട് ആ മണ്ണാണ് കേട്ടോ ഇത്. ഞാനിതിങ്ങനെ കുറേശ്ശെ ഇങ്ങനെ 2-3 ചട്ടി മണ്ണിങ്ങനെ ഓൾറെഡി എപ്പോഴും ഇവിടെ ഇങ്ങനെ റെഡിയാക്കി വെക്കലാ. എന്തെങ്കിലും നടാൻ കിട്ടുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് ഇതുപോലെ ഇങ്ങോട്ട് നടുകയും ചെയ്യാമല്ലോ. അപ്പം എല്ലാവരും ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചു നിങ്ങൾ എന്താണ് നിങ്ങളെ വളം എന്നുള്ളത്. അപ്പോൾ എൻ്റെ വളം ഇതാണ് കേട്ടോ. ഞാൻ നമ്മളെ കിച്ചണിലെ ഒഴിവാക്കിയ നമ്മളെ വേസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. അതൊന്നും നമുക്ക് ഒഴിവാക്കാനില്ല. ഇതൊക്കെ നല്ലൊരു ജൈവ വളം കൂടിയാണ് കേട്ടോ. അതുപോലെ ഞാനിതാ നമ്മളെ ഈ ബോക്സിൽ ഇതുപോലെ ഇങ്ങനെ മണ്ണിങ്ങനെ നിറച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ എന്താണ്, ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഇലകൾ ഇടുമ്പോൾ ഉണ്ടോ മണ്ണ് നമ്മളത് ഒലിച്ച് പോവുകയും ചെയ്യൂല, അവിടെ മണ്ണ് അങ്ങോട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ. ഇനി നമുക്ക് എന്താ ഈ ഓരോ അറകളിലുണ്ടല്ലോ നമ്മൾ മുളപ്പിച്ച് വെച്ച ചീരൻ്റെ തൈകൾ ഇതിൽ നട്ടുപിടിപ്പിക്കാം. അപ്പോൾ എന്താണ്, കൂട്ടത്തോടെ ഇങ്ങോട്ട് വളരും ചെയ്യൂല, ഒരു ആയാസം ഒരു സുഖമായിരിക്കും തൈകൾക്കൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് കണ്ട ഒരു ഐഡിയ ആണ് ഇതിലിങ്ങനെ നടാലോ എന്നുള്ളത്. അപ്പോൾ ഒന്ന് നട്ട് പിടിപ്പിച്ച് നോക്കിയാൽ എങ്ങനെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് കാണിച്ചു. ഇതുപോലൊക്കെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണ്ടേ. എന്ത് ഒഴിവാക്കാൻ്റെ ആവശ്യമല്ല. ഓരോ വീട്ടുകളിലൊക്കെ ഇങ്ങനത്തെ ഒക്കെ കച്ചവടം കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഉണ്ട്. ഇങ്ങനത്തെ ഒരുപാട് ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അതിലൊന്നും ഒഴിവാക്കേണ്ട ആവശ്യമല്ല. അതൊക്കെ ഇതുപോലെ നമുക്ക് ഓരോ പച്ചക്കറികളൊക്കെ നടാട്ടോ. ഇതാണ് പിന്നെ നമ്മളെ ചീരൻ്റെ തൈട്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് വിത്ത് അങ്ങോട്ട് ഇട്ടേന്. അപ്പോൾ അതൊന്നിച്ച് ഇങ്ങോട്ട് കൂടി ഇങ്ങോട്ട് ഉണ്ടായി വന്ന്. അപ്പോൾ അതിന് ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള തൈകൾ ഇങ്ങോട്ട് പറിച്ചിട്ട് ഇനി നമുക്ക് ഇതിൽ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നട്ട് പിടിപ്പിക്കാം. കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ നട്ട് പിടിപ്പിക്കാം കേട്ടോ. ഇങ്ങനെയൊക്കെ നട്ട് പിടിപ്പിച്ച് ഉണ്ടാകുമ്പോൾ എന്തൊരു ഭംഗിയല്ലേ. ഒരു ചീരയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചീര എന്ന് പറയുന്നത് കേട്ടോ. ചീരത്താളിപ്പ്, ചീര ഉപ്പേരിയൊക്കെ, അതുപോലെ മത്തന്, പയറ്, ഇതൊക്കെ എനിക്ക് കാഴ ഇഷ്ടമല്ലെങ്കിൽ ഇതിൻ്റെ ഇലകളില്ലേ, മത്തൻ്റെ ഇല, ചീരൻ്റെ കുമ്പളത്തിൻ്റെ ഇല, ചീരൻ്റെ ഇല, ഇതൊക്കെ താളിക്കുന്നത് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഈ മത്തൻ്റെ ഇലയൊക്കെ പിന്നെ പരിപ്പിലൊക്കെ ഇട്ട് ചേമ്പൊക്കെ ഇട്ട് വെച്ചാൽ എന്ത് ടേസ്റ്റ് അല്ലേ. എനിക്ക് ഈ ഇലകളോണ്ടാണ്, ഇലക്കറിയിനോടാണ് എനിക്ക് ഭയങ്കര താല്പര്യം. അപ്പോൾ ഇങ്ങനത്തെ നമുക്ക് കായ ഉണ്ടായില്ലെങ്കിലും ഇലകൾ ഉണ്ടായാൽ തന്നെ നമുക്ക് ഒരു നേരത്തേക്കുള്ള കറികൾ ഇതുപോലെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യാമല്ലോ. അതൊക്കെ നമ്മൾ വീട്ടിലുള്ള
പച്ചക്കറിയൊക്കെ നട്ടുണ്ടാക്കുകയാണെങ്കിൽ ഒരു വളം പിന്നെ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പച്ചക്കറിക്കൊക്കെ എന്തെങ്കിലും വളം ഉപയോഗിച്ചിട്ടുള്ളതായിരിക്കും കേട്ടോ. പിന്നെ നാടൻ പച്ചക്കറികളൊക്കെ കിട്ടാനുണ്ട് കേട്ടോ. ഇപ്പോൾ ഒക്കെ നമ്മൾ കുടുംബശ്രീക്കാർ തന്നെ പല കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങളിപ്പം സെയിലിന് കൊടുക്കുന്നുണ്ടല്ലോ കടകളിൽ. അങ്ങനെ നല്ല പച്ചക്കറികളും കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ തന്നെ നമ്മളെ വീട്ടുമുറ്റത്ത് ഒരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു സന്തോഷമാണല്ലോ. ഇതുപോലൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കേണ്ടി. അപ്പം നമ്മളെ എല്ലാ തൈകളും നട്ട് പിടിപ്പിച്ചിട്ടോ. അതിന് ശേഷം ഞാനിതാ അതിൻ്റെ മുകളിൽ കുറച്ചുകൂടി ഇങ്ങനെ മണ്ണിട്ട് കൊടുക്കുക കേട്ടോ. മണ്ണിങ്ങനെ ഞാൻ ഫുള്ള് മണ്ണ് നിറച്ചില്ലേനി. അപ്പം നട്ടതിന് ശേഷം നമുക്ക് പിന്നെയും മണ്ണിടാമെന്ന് വിചാരിച്ച്. അതുപോലെ ഞാൻ ഇനി ഇങ്ങനെ മണ്ണ് നിറയ്ക്കുകയാണ്. ഇനി നമുക്ക് ഇത് നട്ട് കഴിഞ്ഞിട്ട് 2 മത്തൻ്റെ തൈ ഉണ്ടായി വന്നിനെ അതും നമുക്ക് നല്ലോണം നട്ട് പിടിപ്പിക്കണം. എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റ് അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇതുപോലൊക്കെ നട്ടവരൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻ്റ് അറിയിക്കുക. നിങ്ങൾ എന്തിലൊക്കെയാണ് നടൽ. നമ്മളൊന്നും ഒഴിവാക്കാല്ല. ചാക്കുകളിൽ, കുപ്പികളിൽ എന്തും നമ്മൾ വീട്ടിൽ ഒഴിവാക്കിയ സാധനം ഉണ്ടെങ്കിൽ അതിലൊക്കെ നട്ട് പിടിപ്പിക്കുക. അതൊക്കെ വേഗം ഉണ്ടാകുന്നൊരു സംഗതിയാണല്ലോ അത്. കണ്ടില്ലേ, ഇതുപോലെ നട്ട് പിടിപ്പിച്ച് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് ഇത് വെക്കുന്നത് നമ്മൾ ടെറസിൻ്റെ മുകളിലാട്ടോ വെക്കുന്നത്. അപ്പോൾ ടെറസിൻ്റെ മുകളിൽ വെച്ചാൽ എന്താ, കോയിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കോഴികൾ വേഗം പെട്ടെന്ന് ഇങ്ങോട്ട് ചിക്കല്ലോ. പിന്നെ ഞാൻ എന്താ ഈ ചാക്കിൽ കുറച്ച് കരിയാൽ ഇട്ട് വെച്ചിനല്ലോ. അപ്പോൾ അതിലും ആ കരിയാലിൻ്റെ മുകളിൽ തന്നെ നമ്മളെ മണ്ണിട്ട് കൊടുക്കുക. പിന്നെ അധികം വെയിറ്റ് ഉണ്ടാവും ചെയ്യില്ല. കുറച്ച് അധികം കരിയിലയും കുറച്ചൊന്ന് മണ്ണിട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ തന്നെ അതിൽ തന്നെ നല്ല ഉഷാറിലുണ്ടാവും. പിന്നെ നമ്മളെ കിച്ചണിലെ നമ്മളെ പച്ചക്കറി എരിയുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ഇതിലേക്ക് കൊണ്ടുപോയിട്ട് കൊടുത്താൽ എന്താണ്, അതും ഒരു വളം തന്നെയാണല്ലോ. ഞാൻ അങ്ങനെ കേട്ടോ സാധാരണ ചെയ്യൽ. അപ്പം ഞാൻ ഈ ചാക്കിലേക്ക് കുറച്ചുകൂടി ഒന്ന് മണ്ണിട്ട് കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അധികം വെയിറ്റ് ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ടെറസിൻ്റെ മുകളിലൊക്കെ വെക്കുന്ന സമയത്ത് അധികം വെയിറ്റ് ഉണ്ടാവാതെ നിൽക്കണമെങ്കിൽ ഇങ്ങനെ കരിയിലും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല അധികം. പിന്നെ ചില ആൾക്കാരൊക്കെ ഉണ്ടാവും വീട്ടിൻ്റെ ടെറസിൻ്റെ മുകളിൽ വെക്കാനൊന്നും സമ്മതിക്കാത്ത ആൾക്കാരൊക്കെ കേട്ടോ. അത് ഭാരം കൂടുമെന്നും പറഞ്ഞിട്ട്. പിന്നെ ഇവിടെ ഞങ്ങൾ പിന്നെ ടെറസിൻ്റെ മുകളിൽ തന്നെ വെക്കൽ. കണ്ടോ, ഇതാ നമ്മൾ മത്തൻ്റെ തൈ നല്ല ഉഷാറുള്ള നല്ല 2 തൈകളുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനത് ഇങ്ങനെ എവിടെ നടാന്ന് വിചാരിച്ച് ആ തൈ ഇങ്ങനെ പറിച്ച് ഞാൻ ഈ ചാക്കിലേക്ക് ഇങ്ങോട്ട് നട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. ഇതൊക്കെ ഇങ്ങോട്ട് ഉണ്ടായാലുണ്ടല്ലോ, നമുക്ക് കായ വേണമെന്നില്ല, ഇല തന്നെ മതി ഒരു താളിപ്പൊക്കെ ഉണ്ടാക്കാൻ കേട്ടോ. എന്താ നല്ല തൈ കണ്ടിട്ട് ഒരു മനസ്സിനുണ്ടല്ലോ ഭയങ്കര സന്തോഷം ഇങ്ങനത്തെ ഓരോ തൈകളൊക്കെ ഉണ്ടായി ഇങ്ങോട്ട് വരുമ്പോൾ. അപ്പോൾ ഞാൻ ഇതും നമുക്ക് ടെറസിൻ്റെ മുകളിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. നമ്മളെ മണ്ണിൻ്റെ കളർ കണ്ടില്ല, ഒരു പ്രത്യേക നല്ല മണ്ണ് കേട്ടോ. നമ്മളെ വളമൊക്കെ ചേർത്തിട്ടുള്ള നല്ല മിക്സ്ഡ് മണ്ണ്. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ചൊരു പച്ചയിലകൾ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. നമ്മൾ ടെറസിൻ്റെ മുകളിലേക്ക് വെക്കുന്ന സമയത്ത് എന്താണ് നല്ല വെയിൽ കിട്ടുന്നതാണല്ലോ. അപ്പോൾ നമ്മളൊന്ന് പറിച്ച് നട്ടിട്ടല്ലേ ഉള്ളൂ ഇത്. അപ്പോൾ അത് 2 ദിവസമൊക്കെ ഈ ഇലകളൊക്കെ നരി നിന്നോട്ടെ, ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കേണ്ടി. നമ്മൾ എന്ത് ചെയ്യുന്നതും നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പം വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ കമൻറ്റ് അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബായ്.